ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ ആരുടെ ഒപ്പമാണ് ഇപ്പോൾ ഉള്ളത്? ഏതായാലും വളരെ ആശ്വാസത്തിന്റെ നിമിഷങ്ങളാണ്. മൂവരെയും വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അവർ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വനാതിർത്തി, അതായത് ഈ റോഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കോതമംഗലം MLA അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഏറെ നേരത്തെ ആശങ്കയായിരുന്നു. ഏതാണ്ട് 12-14 മണിക്കൂറിലധികം കാട്ടിൽ ആശ്വാസമായില്ല. എല്ലാരും വന്ന് കണ്ടെത്തിയില്ല. ചേച്ചിക്ക് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണല്ലേ? പേടിച്ചു പോയിരുന്നോ രാത്രി? വല്ലാതെ പേടിച്ചറിയോ? എല്ലാരും ഞാൻ രാത്രി തെരച്ചിലുണ്ടായിരുന്നു. ഞാനൊരു 11:30 മുതൽ ഒരു 3:30 വരെ തെരച്ചിലുണ്ടായിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച്. എല്ലാരും ഉണ്ട് ഇവിടെ. ചേച്ചി നമ്മളോട് പറഞ്ഞിരുന്നു വല്ലാതെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ചേട്ടൻ സംസാരിച്ചപ്പോഴേ വല്ലാതെ പേടിച്ചു പോയി, ഭക്ഷണമൊന്നും ഇല്ലാതെ പോയതല്ലേ, അപ്പൊ വല്ലാതെ പേടിച്ചു പോയെന്നായിരുന്നു പറഞ്ഞത്. ഫോണിൽ വിളിച്ചു കിട്ടിയപ്പോ തന്നെ ഒരു ആശ്വാസമായിരുന്നു അല്ലേ? മകനുണ്ടായിരുന്നു അവിടെ? മകനുണ്ടായിരുന്നു. കൊച്ചുണ്ട് കൂടെ. മകനാണോ ആദ്യം കണ്ടത് അമ്മേനെ? അല്ല, അവര് സാബു, കുമോൻ, പിന്നെ വേറെ റിജു, അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോഴും? എന്തോ പറ്റി ഇങ്ങനെ പെട്ടെന്ന് പശുവിനെ തപ്പി പോടാൻ തോന്നാൻ കാരണം? അങ്ങനെ പോകാറുള്ളതാണ്? ഇല്ല, കറവയുള്ള പശുവാ, നല്ല കറവയുള്ള പശു. അപ്പൊ അവള് കറക്കാതിരുന്നാ ശരിയാവൂലല്ലോ. ഒരു ദിവസമായിട്ടും കാണാത്തോണ്ട് അങ്ങ് പോയി അന്വേഷിച്ചു പോയി. പക്ഷെ നിങ്ങൾ അവിടെ പെട്ട് പശു വേഗം തിരിച്ചു വന്നു അല്ലേ? ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, എന്നിട്ട് തെറ്റിപ്പോയോ? അത് നമുക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റാതെ വന്നു. റേഞ്ച് ഇല്ല. മോനായിരുന്നോ? കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലേ? എല്ലാരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. അമ്മയെ കണ്ടെത്തിയിട്ടേ വരുള്ളൂ എന്ന് ഉറപ്പിച്ചതായിരുന്നു. അതെ, എന്തായാലും നമ്മൾ കണ്ടെത്തിയിട്ടേ വരത്തുള്ളൂ എന്ന് സൂചന കിട്ടിയിരുന്നോ ഈ സ്ഥലം? ഫയർഫോഴ്സിലെ റെസ്ക്യൂ ടീമും ഫയർഫോഴ്സ് ഫോറസ്റ്റുകാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ആ ഒരു ലൊക്കേഷനും കൂടെ നോക്കാനുണ്ട്, അവിടെ കൂടെ നോക്കിയാൽ അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അമ്മ പറഞ്ഞ സ്ഥലം വെച്ചിട്ടാണോ ഏകദേശം? ഏകദേശം അവര് ആ ധാരണയിലാണ് പോയത്. അമ്മ പറഞ്ഞ വലിയ ആന കൂട്ടം ഉണ്ടായിരുന്നു. അവരവിടെ പാനിക്കായിട്ട് അവർക്ക് ലൊക്കേഷൻ മാറിപ്പോയി, ഡിസ്ട്രാക്ട് ആയി പോയതാണ്. അവരൊരു പാറയുടെ അവിടെ ഹൈഡ് ചെയ്തിരിക്കുവായിരുന്നു. നിങ്ങൾ കൂവി വിളിച്ചപ്പോഴാണോ മറുപടി കിട്ടിയേ? കൂവി വിളിച്ചായിരുന്നു, പക്ഷെ ഇറങ്ങി വരുമായിരുന്നു. എന്തായാലും ഇപ്പം മായയുടെ മകൻ കണ്ണൻ എന്നാണ് മകനെ വിളിക്കുന്നത്. കണ്ണനും സാബുവും അടക്കമുള്ള ടീമാണ് ഒരു സംഘമായി തിരിഞ്ഞത്. ആ ടീമിലാണ് ഇപ്പോൾ ആ ടീമാണ് ഇവരെ ആദ്യമായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ മായയും ഡാർലിയും ഒക്കെ പറഞ്ഞതുപോലെ ഒരു പാറയുടെ മുകളിൽ അവർ ആദ്യം ഒരു മരപ്പത്തിനകത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴേ